പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന് അയവ് വരുത്തിക്കൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ നിലപാടിൽ മലക്കം മറിയുകയാണ്. ഇറാനിൽ അധികാരമാറ്റം ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. വിദേശ നയത്തിലെ ഇത്തരം തിരക്കിട്ട മാറ്റങ്ങൾക്ക് പേരുകേട്ട ട്രംപ് ഇറാൻ വിഷയത്തിലും തന്റെ പതിവ് ശൈലി പുറത്തെടുത്തു എന്നത് ശ്രദ്ധേയമാണ്. നെതർലാൻഡ്സിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഇല്ല, തനിക്ക് അധികാരമാറ്റം വേണ്ട, എല്ലാം എത്രയും വേഗം ശാന്തമാകുന്നത് കാണാൻ താൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഭരണമാറ്റത്തിനിടെ പല കുഴപ്പങ്ങളും ഉണ്ടാകും, അത്രയും കുഴപ്പങ്ങൾ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ US ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണം നടന്നതിന് പിന്നാലെ ഇറാൻ സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് തോന്നിച്ച ട്രംപിന്റെ മുൻ നിലപാടിൽ നിന്നുള്ള വ്യക്തമായ മാറ്റമാണിത്. ഭരണമാറ്റം എന്ന പദം ഉപയോഗിക്കുന്നത് രാഷ്ട്രീയപരമായി ശരിയല്ല. പക്ഷെ നിലവിലെ ഇറാനിയൻ ഭരണകൂടത്തിന് ഇറാനെ വീണ്ടും മഹത്തരമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു ഭരണമാറ്റം ഉണ്ടായിക്കൂടാ എന്ന് ട്രംപ് അടുത്തിടെ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ചോദിച്ചിരുന്നു. അവിടെ നിന്നാണ് ഈ അപ്രതീക്ഷിത നയമാറ്റം. നേരത്തെ ഇറാന്റെ ആണവ പദ്ധതി തകർക്കുക എന്നതാണ് US സൈനിക നടപടിയുടെ ലക്ഷ്യമെന്നും ഇറാനിലെ സർക്കാരിനെ മാറ്റി സ്ഥാപിക്കുകയല്ലെന്നും US ഭരണകൂടവുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോഴും ട്രംപിന്റെ നിലപാട് ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഇപ്പോഴാണ് അതിൽ വ്യക്തത വന്നിരിക്കുന്നത്. മേഖലയിൽ 2 ആഴ്ചയോളം നീണ്ടുനിന്ന സംഘർഷത്തിന് ശേഷം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നിർണായക സമാധാന ഉടമ്പടിക്ക് പിന്നിൽ പ്രവർത്തിച്ചതും ട്രംപ് തന്നെയായിരുന്നു. നിലവിലുള്ള സംഘർഷങ്ങൾക്കിടയിലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നുവെന്ന് അദ്ദേഹം നേരത്തെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അവകാശപ്പെട്ടു. പിന്നീട് ഇറാനും ഇസ്രയേലും ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിനിടെ അമേരിക്കൻ വ്യോമാക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ പൂർണ്ണമായി നശിപ്പിച്ചു എന്ന ഭരണകൂടത്തിന്റെ അവകാശവാദങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നതോടെ ട്രംപ് ഭരണകൂടം വീണ്ടും പ്രതിരോധത്തിലായി. ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇറാന്റെ ആണവ ശേഷി ഇല്ലാതാക്കിയിട്ടില്ലെന്നും മറിച്ച് കുറച്ചു മാസങ്ങൾ മാത്രമാണ് അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നതെന്നുമാണ്. ഫോർഡോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങൾക്ക് ആക്രമണങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഇപ്പോഴും വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് വിവരം. ഇത് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ്. എന്നാൽ ഈ റിപ്പോർട്ടിന് പിന്നാലെ വാർത്ത വ്യാജമാണെന്ന് പറഞ്ഞ് ട്രംപ് രംഗത്തേക്കെത്തി. CNN, ന്യൂയോർക്ക് ടൈംസ് മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടുവെന്ന് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞു. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയും ഈ നിലപാട് തന്നെ ഏറ്റെടുത്തു. ഇറാന്റെ ആണവ പദ്ധതിയെ ഇല്ലാതാക്കാൻ നടത്തിയ ദൗത്യത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത് ധീരരായ യുദ്ധവിമാന പൈലറ്റുമാരെ അപമാനിക്കാനും പ്രസിഡന്റ് ട്രംപിനെ താഴ്ത്തിക്കെട്ടാനുമുള്ള ശ്രമമാണെന്നാണ് വൈറ്റ് ഹൗസ് ഇതിനോട് പ്രതികരിച്ചത്. അതേസമയം ഇസ്രയേലും ഇറാനും തമ്മിൽ പ്രഖ്യാപിച്ച വെടിനിർത്തലിന് ശേഷവും ആക്രമണങ്ങൾ തുടർന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കാൻ ട്രംപ് കർശന നിർദ്ദേശം നൽകിയതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനെ ആക്രമിക്കരുതെന്ന് ട്രംപ് നെതന്യാഹുവിനോട് വ്യക്തമായി ആവശ്യപ്പെട്ടുവെന്നും വിവരമുണ്ട്. ട്രംപ് നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷവും ഇസ്രയേൽ തെഹ്റാൻ സമീപമുള്ള ഒരു റഡാർ സൈറ്റിൽ ചെറിയ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ കൂടുതൽ ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറിയതായി നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു. ഇറാൻ ഇസ്രയേൽ സംഘർഷം അപ്രതീക്ഷിതമായി വെടിനിർത്തലിലേക്ക് എത്തിയതായി ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഇത് ലോക സമാധാനത്തിന്റെ പുതിയ അധ്യായമാണ് എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. നെതന്യാഹുവുമായുള്ള ഫോൺ സംഭാഷണങ്ങളിലൂടെയും വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ വഴി ഇറാനുമായി നേരിട്ടും പരോക്ഷമായും നടത്തിയ ചർച്ചകളിലൂടെയുമാണ് അമേരിക്ക ഇരു രാജ്യങ്ങളെയും വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചത്. ഇസ്രയേൽ വെടിനിർത്തലിന് തയ്യാറാണെങ്കിൽ തങ്ങളും സന്നദ്ധരാണെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. എന്നാൽ യുദ്ധവിരാമം പ്രാബല്യത്തിൽ വന്ന് മണിക്കൂറുകൾക്കകം ഇറാൻ ഇസ്രയേലിന് നേരെ മിസൈലുകൾ പ്രയോഗിച്ചതായി ഇസ്രയേൽ ആരോപിക്കുകയും പ്രത്യാക്രമണം തുടരുകയും ചെയ്തു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് 6 മിനിറ്റിനുള്ളിൽ പ്രാദേശിക സമയം രാവിലെ 7:06 ഇറാൻ ഒരു മിസൈൽ ഇസ്രയേലിന് നേരെ വിക്ഷേപിച്ചു. തുടർന്ന് 10:25 2 മിസൈലുകൾ കൂടി വന്നു. ഇതിന്റെ പ്രതികാരമായി ഇസ്രയേൽ എൻഫോഴ്സ് തെഹ്റാന് വടക്കുള്ള ഒരു റഡാർ സൈറ്റിൽ ചെറിയ തോതിലുള്ള ആക്രമണം നടത്തിയെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. എന്നാൽ ഇറാന്റെ ജനറൽ സ്റ്റാഫ് ഓഫ് ദ ആംഡ് ഫോഴ്സസ് ഇസ്രയേലിന്റെ ആരോപണം നിഷേധിച്ചു. തങ്ങൾ വെടിനിർത്തൽ ലംഘിച്ചിട്ടില്ലെന്നും മിസൈലുകൾ വിക്ഷേപിച്ചിട്ടില്ലെന്നും അവർ അവകാശപ്പെട്ടു.
എങ്കിലും ഇറാന്റെ ജുഡീഷ്യറി ന്യൂസ് ഔട്ട്ലെറ്റ് മിസാൻ, ഷാർക്ക് പത്രം എന്നിവ തെഹ്റാനിലും വടക്കൻ നഗരമായ ബാബോൾസറിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഘർഷം വീണ്ടും തുടരുമെന്ന ആശങ്ക ശക്തമായതോടെയാണ് ട്രംപ് വീണ്ടും നെതന്യാഹുവിന് ഫോണിൽ ബന്ധപ്പെട്ട് ആക്രമണം അവസാനിപ്പിക്കാൻ കർശന നിർദ്ദേശം നൽകിയത്. നാറ്റോ ഉച്ചകോടിക്ക് യൂറോപ്പിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് മാധ്യമങ്ങളെ കണ്ട ട്രംപ് ഇസ്രയേലിന്റെയും ഇറാന്റെയും വെടിനിർത്തൽ കരാർ ലംഘനത്തിൽ നിരാശ പ്രകടിപ്പിച്ചു. യുദ്ധവിരാമം പ്രഖ്യാപിച്ച ഉടനെ ഇസ്രയേൽ ആക്രമണം നടത്തിയതിൽ അസംതൃപ്തനാണ്. ബോംബുകൾ വർഷിക്കരുത്, അങ്ങനെ ചെയ്താൽ അത് ഗുരുതരമായ ലംഘനമാണെന്നും ട്രംപ് പറഞ്ഞു. നെതന്യാഹുവുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ട്രംപ് ദൃഢവും നേരിട്ടുള്ളതുമായ സന്ദേശം നൽകിയതായി വൈറ്റ് ഹൗസ് വൃത്തങ്ങളും അറിയിക്കുന്നുണ്ട്. എന്നാൽ ആക്രമണം പൂർണ്ണമായി റദ്ദാക്കാൻ കഴിയില്ലെന്നും ഇറാന്റെ വെടിനിർത്തൽ ലംഘനത്തിന് തിരിച്ചടി ആവശ്യമാണെന്നും നെതന്യാഹു ട്രംപിനോട് വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. തുടർന്നാണ് ശക്തി വലിയ തോതിൽ കുറിച്ച് ഒരു സിംബോളിക ആക്രമണം റഡാർ സൈറ്റിൽ മാത്രം നടത്തിയത്. 12 ദിവസം നീണ്ട യുദ്ധത്തിന് ശേഷം ഇസ്രയേലിന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം നേടിയെന്നായിരുന്നു നെതന്യാഹുവിന്റെ അവകാശവാദം. അതേസമയം മറുവശത്ത് ഇറാനും തങ്ങളുടെ വിജയം അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ പടിഞ്ഞാറിന്റെയും US-ന്റെയും കൊമ്പൊടിച്ചു എന്ന് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ ആരിഫി അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് ചരിത്ര നിർമ്മിത വിജയമാണെന്ന് പാർലമെന്റ് മേധാവിയുടെ ഉപദേശകൻ മഹ്ദി മുഹമ്മദിയും എക്സിൽ കുറിക്കുന്നുണ്ട്.